ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും രാവിലെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിങ്ങിനോടൊപ്പം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ എണീറ്റ് വന്ന വഴി ആയതുകൊണ്ട് പറഞ്ഞാലൊന്നും തിരിയല. എന്തുവാടാ, കുടിച്ചോ, പാല് കുടിച്ചോ തീർക്ക. അവനുള്ള രാവിലെ കൊണ്ടുവന്ന് തിളപ്പിച്ച് ഞാൻ കൊടുത്തതാണേ. അപ്പോൾ കുറച്ചൊക്കെ കുടിച്ചേച്ച് അവൻ്റെ അമ്മ അവിടെ നിന്ന് കുരച്ചപ്പോഴത്തേനും ഇറങ്ങി ഓടി നോക്കുക പോയി. പിന്നെ അവൻ്റെ കൂടപ്പിറപ്പ് അങ്ങ് താഴെ നിന്നും കുറയ്ക്കുന്നുണ്ട്, അതും കേൾക്കുന്നുണ്ട്. കൂടപ്പിറപ്പിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവനറിയാമല്ലോ എൻ്റെ അമ്മ എന്തിനാ അയ്യോ പാവൊന്ന് വെക്കുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. എന്തുവാ കുഞ്ഞേ? പപ്പിയേ, പപ്പിക്ക് തണുക്കുന്നുണ്ടെന്ന് തോന്നണം. ഇല്ല, 4 വശം മറച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഒരു ഫ്രണ്ട് വശം മാത്രമേ മറയ്ക്കാത്തുള്ളൂ. അതുകൊണ്ട് അത്ര വലിയ തണുപ്പൊന്നും ഇല്ല. അത് രാവിലെ ഇവൻ്റെ സൗണ്ട് കേട്ടതിനാണ് അവൾ കിടന്ന് കുറച്ചത്. അപ്പം കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കണ്ടോ, മഴക്കാറിൻ്റെ കാഠിന്യം കണ്ടോ, ഇരുട്ട്. അതുകൊണ്ട് രാവിലെ തന്നെ നല്ല ഇരുട്ട് വീണേക്കുവാണേ. ഭയങ്കരമായിട്ട് മൂടൽ, മഴക്കാറ് കൊണ്ടാണ് മൂടൽ. എന്നാലിപ്പം തോർച്ചയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തോർച്ചയൊന്നുമില്ല. അപ്പം ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് അവധിയായതുകൊണ്ട് ഇന്ന് ഞാൻ തൊടുപുഴയുള്ള ഒരു അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. അവിടെ ഒരു മുരുകക്ഷേത്രത്തിൽ ഒരു വലിയ പാറയുടെ പുറത്താണ്, ഒരു പളനിമലയാണ്, കേരളത്തിലെ പളനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണത്. അപ്പം ആ അമ്പലത്തിൽ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഭയങ്കര മഴ, നല്ല മഴയായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. കാരണം ഉറവപ്പാറയെന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഈ പാറയായതുകൊണ്ടും ഭയങ്കര മഴയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഉറവയും പാറയും വെള്ളവും നനവും തെന്നലൊക്കെ ഉണ്ട്. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതുകൊണ്ട് മഴയത്ത് പോകണ്ടെന്ന് ഇവിടെ പപ്പയും പിള്ളേരും ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ പോയില്ല. ഇനി ഒരു തോർച്ച കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ചെറിയ കുഞ്ഞു പരിപാടികളൊക്കെ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. വീട്ടിലിരിക്കുമ്പോഴല്ലേ ഇതിനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ മഴയും മഞ്ഞും ഒക്കെ ഉണ്ട്. ആകപ്പാടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. എന്നാലും അടുക്കള ജോലി രാവിലെ എന്നാ ദോശ ഉണ്ടാക്കണം, ഒരു മുട്ടക്കറി ഉണ്ടാക്കണം, ചോറടുപ്പേ വേകാറായിട്ടുണ്ട്. ചോറിനുള്ള കറി അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് കറിയില്ല. മോനിവിടെ ഇല്ല, അവൻ ഇന്നും ജോലിക്ക് പോയതുകൊണ്ട് അവനൊരു പൊതിച്ചോറ് കൊടുത്ത് വിടാനുള്ള കുഞ്ഞു കറികളെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. പൊതി കെട്ടാനായിട്ട് നമ്മൾ ഹെവി ആയിട്ടുള്ള കറിയൊന്നും ഉണ്ടാക്കുകയല്ല, കൊച്ചു കറികളല്ലേ ഉണ്ടാക്കുള്ളൂ. എന്നാൽ നാവിന് നല്ല രുചി കിട്ടുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോഴേ പപ്പിക്കുട്ടിക്ക് പാലൊഴിച്ച് കൊടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. രാവിലെയൊക്കെ ആയതുകൊണ്ട് കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിലും എൻ്റെ കണ്ണിനൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, കണ്ണൊക്കെ വീർത്തിരിക്കുവാണ്. കണ്ണിന് പൊടി അലർജി, അതുകൊണ്ടാണ് തോന്നുന്നു. തുമ്മലും കണ്ണ് ചൊറിച്ചിലും അലർജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ തണുപ്പ് കൂടുമ്പോഴുണ്ടാകും അത്. പിന്നെ നമ്മുടെ വീട്ടിൽ ചുക്കിലി അടിക്കുകയോ ഈ പൊടി സംബന്ധമായ എന്തെങ്കിലും ചെയ്താൽ കണ്ണിന് ചൊറിച്ചിലുണ്ടാകും കേട്ടോ. കണ്ണിങ്ങനെ വീർത്തിരിക്കുവാണേ. അതിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയുള്ളൂ, 6:30. അപ്പോഴത്തേനും ഫോണും ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങിയോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ സന്തോഷമാണല്ലോ ഞാൻ നോക്കുന്നത്. എനിക്കിതൊക്കെ ആട്ടോ സന്തോഷം. കാരണം കുഞ്ഞുനാളിൽ കഥ പറയാൻ നേരമില്ല. അതുകൊണ്ട് കഥ പറയുന്ന കഥ പിന്നെ കുറേച്ചൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാട്ടോ. നമ്മുടെ ഒരു ജീവിത ചരിത്രങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ കൂടി കടന്നു വന്നു. ഇപ്പോഴും അത് തന്നെ. അതിൽ നിന്നൊന്നും മെച്ചപ്പെട്ടൊന്നും വന്നിട്ടില്ല, യാതൊരു മെച്ചവും ഇല്ല. എങ്കിലും അപ്പോഴും നമ്മൾ ഒരു സന്തോഷം കണ്ടെത്തുന്നത്. പണ്ടൊക്കെ കൊച്ചിലെയൊക്കെ സിനിമ കാണാൻ പോകുന്നതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. അത് കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യുന്നതായി സന്തോഷം. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ പറമ്പിൽ പണിയെടുക്കുക, കന്നുകാലിയെ വളർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ അതിപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. മൃഗപരിപാലനം ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അതങ്ങ് വിട്ടു. പറമ്പിൽ പണിയെടുക്കുക അതും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതും വിട്ടു. അപ്പോൾ പിന്നെ എൻ്റെ സന്തോഷം, എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തുന്ന
എൻ്റെ ഉള്ളിൽ ആനന്ദം കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള വീഡിയോസുകൾ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പാറു വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ പാറുവിൻ്റെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ പാറു ഇങ്ങോട്ട് വരും. പാറു എൻ്റെ അമ്മായി എന്ന് പറയുന്നത് പാറു, അമ്മായി ഞാനും. അങ്ങനെ പാറുക്കുട്ടിയും കൂടെ വരുവാണെങ്കിൽ ഇന്ന് ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാകും കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ കൂടിയിട്ടാണ്. എൻ്റെ കണ്ണ് ഭയങ്കര പ്രശ്നമാണല്ലോ, കണ്ണിൽ മരുന്ന് ഒഴിക്കണമല്ലോ. കണ്ണ് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, തുള്ളി മരുന്ന് അതൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അടുക്കള വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ പറയാം കേട്ടോ, കുറച്ച് പറയാമെന്നല്ല, കാണിച്ചു തരാം. ഇത് നമ്മുടെ നാടും പരിസരങ്ങളുമൊക്കെയാണ്. മഴ കാരണം തുണി അലക്കിയാൽ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കാണുന്നിടത്തൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിടും കണ്ടോ. അതാണ് ഈ കിടക്കുന്നത്. ഇന്നും ഉണ്ട്, കുറേ കഴുകാനുണ്ട്. എവിടെ ഇട്ട് ഉണങ്ങുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഇനിയും വിശേഷങ്ങളും ജീവചരിത്രങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഒരു പാണ്ടക്കെട്ട് പോലെ നിറച്ചുള്ള ഒരാളാണ് ഞാൻ. അതിനെയെല്ലാം ഒരു വശത്ത് ഒതുക്കി വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് ഞാൻ സ്വയം. കണ്ടോ, പാപ്പി പോയി കേട്ടോ, അങ്ങോട്ട് പോയേ. ഇത് കണ്ടോ, അപ്പം പോയി നിൽക്കുന്ന സ്ഥലം കണ്ടോ. അവനിനി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഓടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടതാണേ. കാലും കൈയൊക്കെ ഒന്ന് നിവരട്ടെ, കെട്ടിയിട്ടേക്കുമല്ലായിരുന്നോ. അവനെ ഞാൻ അവൻ്റെ അമ്മയുടെ കൂട്ടിനകത്ത് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചപ്പോഴേ ആ കമ്പിയുടെ ഇടയ്ക്കോടെ അവൻ ഊർന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുക. അതുകൊണ്ട് ഇച്ചിരോടെ ഒന്ന് വണ്ണമൊക്കെ വെച്ച് ഇച്ചിരോടെ ഒരു മുഴുപ്പൊക്കെ വെച്ചിട്ട് വേണം അവരെ അങ്ങോട്ട് കൂടി ആ കൂട്ടിലേക്ക് ഇടാനേ. അപ്പോൾ ഇനി കുറച്ച് അടുക്കള വിശേഷങ്ങൾ കാണിച്ചു തരാവേ. അപ്പോൾ രാവിലെ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. നല്ല കടുപ്പത്തിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് തിളച്ച പാലൊഴിച്ച് നമുക്കൊരു കടുപ്പത്തിലൊരു ചായ എടുക്കാതിരുന്ന. ചായയും തിളച്ചതാണ്, പാലും തിളച്ചത്. ഇനി പയ്യൊന്ന് ചൂടാകുമ്പോൾ ശരിക്കൊന്ന് മിക്സ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് നമുക്ക് ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ വെച്ചേക്കുന്നതാണ്. 2 പേർക്കുള്ള കറി മതി, അതുകൊണ്ടാണ് 2 മുട്ട വെച്ചേക്കുന്നത്. ഇത് കറി ഉണ്ടാക്കി രാവിലെ തന്നെ ഗ്രേവി ഉണ്ടാക്കി വെച്ചു. ഇനി അതിനകത്തത് മുട്ട പുഴുങ്ങിയിടണം. പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കണം. ദോശമാവ് നല്ല തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പായതുകൊണ്ട് ഇത് പുളിച്ച് പൊങ്ങാൻ ഇച്ചിരി താമസിച്ചു. എന്നിട്ടും പൊങ്ങി വന്നിട്ടില്ല, എന്നാൽ അത്യാവശ്യം സോഫ്റ്റായിട്ടുണ്ട്. അതിനെ നമുക്ക് കാണാം. ദോശക്കല്ലൊക്കെ റെഡിയാക്കി കൊണ്ടുവച്ചു. മുട്ട വേകണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയാണ് രാവിലത്തെ കാപ്പിയുടെ ഒരു ഐറ്റമാണ്. ചോറ് വെച്ച് വാർത്തു, ചോറിനുള്ള കറികൾ ഉണ്ടാക്കണം. കാപ്പിക്കുള്ള കറി ഇത്. ഇനി ഉച്ച കഴിഞ്ഞിട്ട് വേറെ ഒരു ചക്കയൊക്കെ ഇട്ടുകൊണ്ട് ചക്ക തീർന്നില്ലേ, അതുകൊണ്ടൊരു 1-2 ചക്ക എങ്ങാണ്ട് കിടപ്പുണ്ട്. അതിന് ഒരെണ്ണത്തിന് ഇട്ടുകൊണ്ട് വന്ന് ഇന്നൊരു ചക്ക പുഴുങ്ങണമെന്നൊക്കെ ഓർത്തിരിക്കുവാണേ. വൈകിട്ട് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇന്നൊരു ശകല സമയം കിട്ടും. ഇച്ചിരി സമയമേ ഉള്ളൂ, എന്നാലും ആ ഒരു ഇച്ചിരി സമയത്ത് ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെക്കട്ടെ. ഇപ്പോൾ ദോശ ചൂടാനായിട്ട് ദോശക്കല്ല് വെച്ചു കേട്ടോ. ചായയൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് പഞ്ചസാര ഇട്ടതും ഇടാത്തതും വെവ്വേറെയാണ്. അപ്പം മുട്ടയൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ. ദോശമാവ് നന്നായിട്ട് ഇപ്പോൾ പുളിച്ച് പൊങ്ങി. അത് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഒട്ടും പുളിപ്പില്ലായിരുന്നു, പൊങ്ങിയിട്ടുമില്ലായിരുന്നു. പുളിപ്പല്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പുളിപ്പ് വന്നു കഴിഞ്ഞാൽ കൊള്ളിയല്ല, വൈകുന്നേരമൊക്കെ ആയാലേ പുളിച്ച് പോകുള്ളൂ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അതിന് ചായ എടുത്ത് കുടിച്ചോ. അപ്പോൾ ഉച്ചക്കത്തേനുള്ള ഒരു തോരൻ കറി ഉണ്ടാക്കി കേട്ടോ. ഇത് പാവയ്ക്കാത്തോരനാണ്. പാവയ്ക്കാത്തോരൻ വെച്ചു. ഇനി ചാറുകറി മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കണം. ഇത് ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. മുട്ടക്കറി അടുപ്പിലിരിപ്പുണ്ട്, തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് എടുത്തു. അരിമോള് കഴിക്കാൻ പിന്നെയാണ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങ് കഴിച്ചേക്കാമെന്ന് വെച്ചു. എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ള, അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കാപ്പി കുടിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ശരിയാക്കി കഴിക്കാനായിട്ട് എടുത്ത് വെച്ചു കേട്ടോ. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മാവ് അവിടെ ഇരിക്കുന്നു, ബാക്കി പാലിരിക്കുന്നു, വെള്ളം തിളപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ കൂട്ടം പണികളൊക്കെ ഒതുക്കി വരുവാണ്. ഞായറാഴ്ച ദിവസം എല്ലാം മട്ടിലാണ് പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാത്ത ദിവസം പിന്നെ പെട്ടെന്ന് 8 മണിയാകുമ്പോഴത്തേനും കാര്യങ്ങൾ നടത്തും. ഇന്ന് പയ്യെ നടത്തിയാൽ മതിയല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇനി കാപ്പി കുടിച്ചിട്ട് അടുത്ത പരിപാടി.
അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം തോർന്ന് നിൽപ്പുണ്ട് കേട്ടോ, നന്നായിട്ട് തോർന്നിട്ടുണ്ട്. പക്ഷേ മഴ പെയ്യും, കുറച്ചുകൂടെ കഴിയുമ്പോൾ മഴ പെയ്യാനുള്ള ഒരു മഴക്കാരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അന്തരീക്ഷമൊക്കെ ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞ് തോർന്ന് നിൽക്കുക. അപ്പോൾ എനിക്ക് തുണി അലക്കണം, മുറ്റം അടിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അടുക്കളപ്പണി കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് വെച്ചു കേട്ടോ, ഇനി ബാക്കിയുണ്ട് ചെയ്യാൻ. എന്നാലും ഇതുണ്ട്, അല്പം തോർച്ച് ചെറിയൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നല്ല മൂടി കെട്ടിയ അന്തരീക്ഷം, മേഘക്കാർമേഘമുണ്ട്. അപ്പോൾ ഞാൻ പുറത്തെ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാണിച്ചു തരാം, കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടിമരിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മഴ കാരണം മുറ്റം അടിക്കാതെ കിടക്കുമായിരുന്നു കുറേ ദിവസം. രാവിലെ നല്ല മഴ, വൈകുന്നേരം നല്ല മഴ, ഉച്ചയ്ക്ക് നല്ല മഴ, പിന്നെ എപ്പോൾ അടിക്കും. പിന്നെ തോർന്ന് നിൽക്കുന്ന നേരത്ത് നമ്മളും വീട്ടിൽ കാണുകയില്ല, അപ്പോൾ നമുക്ക് മുറ്റം അടിക്കാൻ നേരം കിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് തോർന്ന നേരത്തൊന്ന് മുറ്റമൊക്കെ അടിച്ചിട്ട് പിന്നെ തുണി അലക്കിയിട്ട് ബാക്കി അടുക്കള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അരപ്പ് ചേർത്തു കേട്ടോ, അരപ്പ് ചേർത്തു നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നന്നായിട്ട് പച്ചക്കറിയൊക്കെ മാറി എണ്ണയ്ക്കകത്ത് അങ്ങോട്ട് വഴണ്ട് വെട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തത് സവോളയ്ക്കും അരപ്പിനും മാത്രമുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പയറിന് ഉള്ള ഉപ്പ് അതിനെ തന്നെ ഇട്ട് വേവിച്ചതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പയർ ചേർത്ത് കൊടുക്കാം. കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കാം. ഈ പയർ വെന്തതിനകത്തൊരു ശകലം വെള്ളം കൊണ്ടുണ്ട്, അതും കൂടെ പറ്റി വരണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ പറ്റി നല്ല ടേസ്റ്റിലെടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ ഇളക്കി കൂട്ടട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറി ഇതുണ്ടോ പരുവത്തിലെത്തിയിരിക്കുകയാണേ. ഉണ്ടോ, ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റണം. വെള്ളം വറ്റാൻ വേണ്ടി മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റിയില്ല കേട്ടോ, പെട്ടെന്ന് അത് ആവി താഴോട്ട് ഇറങ്ങും, അതുകൊണ്ട് വെള്ളം പറ്റാൻ പറ്റില്ല. അപ്പോൾ മൂടി തുറന്ന് വെച്ച് ഇളക്കി നല്ല വൃത്തിയാക്കി വെള്ളം പറ്റിച്ചെടുക്കണേ. അപ്പം വേറെ ഇന്ന് വെറൈറ്റി ആയിട്ടൊന്നും നമ്മളിന്ന് സൺഡേ ആയിട്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. വേറെ വെറൈറ്റി കറികളൊന്നുമില്ല. ഇന്ന് വാഴപ്പിണ്ടിയും പയറും വെച്ചത്. കണ്ണ് വയ്യ കേട്ടോ, എൻ്റെ കണ്ണിന് വയ്യ, വല്ലാത്ത പ്രശ്നമാണ്. ഒന്നും കൂടെ ഡോക്ടറെ കാണണമെന്ന് തോന്നും, കണ്ണ് ഡോക്ടറെ. വല്ലാത്ത പ്രശ്നം കണ്ണിന്. ബീൻസ് മെഴുക്ക് വരട്ടി വെച്ചു കേട്ടോ, പിന്നെ പാവയ്ക്ക തോരൻ വെച്ചു, പിന്നെ അച്ചാറുണ്ട്. ഇതാണ് ഇറച്ചീനെ കഴിഞ്ഞ് മീനിനെ കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റായിട്ട് തോന്നിക്കുന്ന ഒരു കറിയായത്. ചോറുണ്ണാനൊക്കെ നല്ല സുഖമാണേ, കണ്ടോ. അതാണ് നമ്മുടെ കറി. വൈൻഡപ്പൊന്നും പറയാറായില്ല, എങ്കിലും ഞാൻ പറയുവാണ്, നമ്മുടെ ചാനൽ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതണം. എല്ലാം ഞാനിങ്ങനെയൊക്കെ പറയും, ഡെയിലി പറയുന്ന കേട്ടോ. ആരും ഒന്നും ചെയ്യുന്നില്ല, എന്നാലും ജസ്റ്റ് കാണുമെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. കണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാരണം കുറേ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു ചാനലാണ്, എങ്ങും എത്താതെ തുടങ്ങിയോടത്ത് തന്നെ നിൽക്കുന്ന ഒരു ചാനലാണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരല്പം മുമ്പോട്ട് പോകാം എന്നെനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഞാനിടും, എനിക്കറിയാവുന്ന രീതിയിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും. ഓവറായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, നമുക്ക് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നാളെ പോയി എനിക്ക് കണ്ണ് ഡോക്ടറെ കാണും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചെന്ന് കണ്ണ് ഡോക്ടറെ കണ്ട് കണ്ണിന് എന്നാ പറ്റിയെന്നൊന്ന് പരിശോധിച്ച് നോക്കണം. അവർ മരുന്ന് വെച്ചിട്ടൊക്കെ മണിക്കൂറുകളോളം ഇരിക്കാൻ പറയും. അപ്പം നമുക്ക് അങ്ങനെ പോയി നിൽക്കാനുള്ള ഒരു സമയമില്ല. ഞായറാഴ്ച അല്ലാതെ ഒഴിവില്ലാത്തതുകൊണ്ടാണ് പോകാനും ഒരു മടി. കഴിഞ്ഞ ദിവസം ഒന്ന് പോയായിരുന്നു കേട്ടോ. ഒന്നും കൂടെ പോയി കണ്ണ് കാണിക്കാം അല്ലേ, കണ്ണിന് പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ കറി വെള്ളം പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞതാണേ. എൻ്റെ പനി ഒരു രസമില്ല, ഒടുക്കത്തെ ടേസ്റ്റ്. നമ്മളിപ്പോൾ ഒരു
ചെറിയൊരു കറിപ്പാത്രത്തിൽ കോരിയൊക്കെ ഇട്ട് ഒരു സ്പൂണുമായിട്ട് ചൂടോടെ കുറച്ച കോരി കഴിച്ചിട്ട് കടുപ്പം കുറഞ്ഞ് ചൂട് കട്ടൻ ചായയും കുടിച്ച് ഇത് കഴിക്കാൻ നല്ല സുഖമാണ്. എൻ്റെ കൂടെ വേറെ ഒന്നും കൂട്ടണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി. ഇത് മാത്രം കഴിച്ചിട്ട് ചൂട് കട്ടൻ ചായയും കൂടെ കുടിക്കണം. കടുപ്പം കുറഞ്ഞ കട്ടൻ ചായ. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, എന്തുമാത്രമുണ്ട്, എങ്ങനെയാണ്, നല്ല രുചിയാണ് എന്നൊക്കെ കമൻ്റ് എഴുതണേ. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയണ്ടേ. ഒരു പരീക്ഷണം നടത്തി നോക്കുവാണ്. ഇത് ഇഞ്ചിയും സവോളയും മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകിട്ട് മൂപ്പിച്ചു കേട്ടോ. ഇനി ഇതിനെ ഈ മാവിനകത്തേക്ക് ഒഴിക്കണം. മാവിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒരു ബൺദോശ ഉണ്ടാക്കി നോക്കാനാണ്. ബൺദോശയ്ക്ക് ശരിക്കും ഇങ്ങനെയല്ല, വേറെ കുറേ ഇൻഗ്രീഡിയൻസും കൂടെ വേണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ച് ഞാനൊന്ന് ഒരു പരീക്ഷണം നടത്തുക. ശരിയാകുവാണെങ്കിൽ വീണ്ടും ഇത് നല്ല രീതിയിലും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പം നോക്കട്ടെ ബൺദോശ എങ്ങനെ വരുമെന്നേ നോക്കാം നമുക്ക്. ഒരു പരീക്ഷണാർത്ഥം ചെയ്യുന്ന ബൺദോശ കേട്ടോ ഇത്. പരീക്ഷണം ചെയ്യുന്ന ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇത് ഞാൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കുന്ന കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടോ ഇല്ല. ഇത് കണ്ട് ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ മറ്റൊരു ദിവസം അതിനായി പ്രത്യേകം മാവുണ്ടാക്കി ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ദോശമാവ് ഇരുന്നതിൻ്റെ ബാലൻസ് കൊണ്ടൊന്ന് പരീക്ഷിക്കുന്ന കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ബൺദോശ കണ്ടോ, നന്നായിട്ട് കിട്ടി കേട്ടോ, നല്ല രുചിയുണ്ട്. ഇത് പിന്നെ ഉഴുന്നും അരിയും കൂടെ അരച്ച് ദോശയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന മാവിൻ്റെ ബാലൻസ് വന്ന കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി യൂട്യൂബിൽ കണ്ടതുപോലെ. ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതായത് ഉള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ സവാള ഇതിലേതെങ്കിലും ഒന്ന് അരിഞ്ഞിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാമെന്നാണ് പറഞ്ഞത്, യൂട്യൂബിൽ കണ്ടത്. ഇതെല്ലാം കൂടെ എണ്ണയിൽ വഴറ്റി പിന്നെ മാവിനകത്ത് ചേർക്കണം. മാവെന്ന് പറയുമ്പോൾ പച്ചരി ഉരുവായി മാത്രം അരച്ച് പുളിപ്പിച്ചെടുക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഉഴുന്നുണ്ടല്ലോ. ഇതൊരു പരീക്ഷണം നടത്തിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഇതേപോലെ ചുട്ടെടുക്കണം. അടിപൊളി രുചിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി യൂട്യൂബിൽ കണ്ട അതേ രീതിയിൽ തന്നെ മറ്റൊരു ദിവസം ഉണ്ടാക്കി നോക്കാം. ഇത് പരീക്ഷണം നടത്തിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കേട്ടോ.